സംസ്ഥാനത്ത് വന്യമൃഗാക്രമണങ്ങൾ പതിവാകുമ്പോഴും ചെലവഴിക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് വനംവകുപ്പ്. വനംവകുപ്പിലെ പെട്രോൾ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് സെക്ഷൻ ഓഫീസിലെ ബൈക്കുകളിൽ പെട്രോൾ അടിക്കുന്നത്. വന്യജീവികളെ തുരുത്താനുള്ള ഏക മാർഗമായ പടക്കം വാങ്ങിയ വകയിലുമുണ്ട് കുടിശ്ശിക. നിയമന നിരോധനവും RRT പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. സാനിയോ മനോമി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സാനിയോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജീവൻ പണയം വെച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇങ്ങനെ നടക്കുന്ന വാച്ചർമാരെ കുറിച്ചും ഈ RRT സംഘങ്ങളെ കുറിച്ചുമൊക്കെയാണ്. പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയാൽ തന്നെയും വനം വകുപ്പിന്റെ കയ്യിൽ പണമില്ല, പെട്രോൾ അടിക്കാൻ കാശില്ല, ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും. ഇതെങ്ങനെയാണ് ഈ ദുരിതങ്ങൾ സംഭവിക്കുന്നത്? ഇതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? രോഷ്നി, ഇതിനെന്താണൊരു പരിഹാരമെന്ന് വനം വകുപ്പിനും വലിയ ഐഡിയ, ഒരു പിടിപാടൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെയുള്ള മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഈ സമീപ ദിവസങ്ങളിലെല്ലാം ആനയോ കടുവയോ പുലിയോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ സ്ഥലങ്ങളിൽ എത്തുകയും പ്രതിഷേധമുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ ഒന്നും കാര്യവുമല്ല, നിരവധി വാഹനങ്ങൾ അങ്ങോട്ട് വരുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥർ വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ കുടിശ്ശിക ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്കറിയാനാകുന്നത്. അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോവുക. കൂടുതൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഇനി പെട്രോൾ അനുവദിക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും അതുപോലെ RRT വാഹനങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സെക്ഷൻ ഓഫീസുകളിൽ ബൈക്കുകളിലാണ് ഈ പെട്രോളിംഗ് പലപ്പോഴും നടത്താറുള്ളത്. ഈ ബൈക്കുകളിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ പെട്രോൾ അടിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് രാത്രിയൊക്കെ പെട്രോളിംഗ് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്ത് പെട്രോൾ അടിച്ചില്ല എങ്കിൽ ബൈക്ക് ഓടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. പടക്കമാണ് ഇവരുടെയൊക്കെ പ്രാഥമികമായ ഒരു മാർഗം എന്ന് പറയുന്നത്. കാട്ടാനകളെയും അതുപോലെ മറ്റു മൃഗങ്ങളെയും ഒക്കെ തുരത്താൻ ഉള്ള ഏറ്റവും നൂതനമായ നമ്മുടെ മാർഗം പടക്കമാണ്. പക്ഷേ ആ പടക്കം വാങ്ങിയ ഇനത്തിൽ പോലും കുടിശ്ശികയുണ്ടെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ സങ്കടകരമാണ് എന്നത് മാത്രമേ പറയാനാവുകയുള്ളൂ. ഈ നിയമന നിരോധനവും നിലനിൽക്കുന്നുണ്ട് വനം വകുപ്പിൽ. അതും സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നിയമന നിരോധനവും നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ RRT പ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ്. അങ്ങനെ സമാധാനത്തോടെ ജീവിക്കേണ്ട മനുഷ്യന് ഒരു കാലത്തും സമാധാനം കിട്ടാത്ത തരത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയും വകുപ്പിനെ ഉലയ്ക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലോചിച്ച് നോക്കൂ, ഈ വനം വകുപ്പിന്റെ കയ്യിൽ കാശില്ല, ഈ പ്രവർത്തനത്തിനായി ഈ മൃഗങ്ങളെല്ലാം തുരത്താനായി പോകുന്ന ഈ സംഘത്തിന് വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ അതിന് കാശില്ല. ആകെ പ്രതിരോധത്തിനായിട്ട് കയ്യിലുണ്ടാവുക ഓലപ്പടക്കങ്ങളും പടക്കങ്ങളും ഒക്കെ ആയിരിക്കും. അതിനും കുടിശ്ശികയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് ആലോചിച്ച് നോക്കൂ.